ഇതൊരു ധർമ്മയുദ്ധമാണെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. ഇതൊരു ധർമ്മയുദ്ധമല്ല. അരവിന്ദ്, ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണി നേതാക്കളുടെയും ഒക്കെ ഇഡിയോടുള്ള പോരാട്ടം ധർമ്മയുദ്ധമാണെന്ന് പറഞ്ഞാൽ ചിരി വരുമെന്നാണ് BJP നേതാവ് പറയുന്നത്. നോക്കൂ, നേരത്തെ സമയം കിട്ടാതിരുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഇനിയൊരു റൗണ്ട് നമുക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരു 5 പോയിന്റ് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ വന്നിട്ടുള്ള ഈ ഇടക്കാല ജാമ്യം ഇത് ആദ്യത്തെ അനുഭവമല്ല. ഇതേ അനുഭവമാണ് പ്രബീർ പുർകായസ്ഥയുടെ വിഷയത്തിലുണ്ടായത്. എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്ത നടപടിയെ തന്നെ കോടതി റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് കേസിൻ്റെ മറ്റ് ഒരു അറസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ മുതൽ ജനാധിപത്യ ധ്വംസനമാണ് നടന്നുകൊണ്ടിരിക്കുന്ന, ആളുകളുടെ അവകാശമാണ് ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ച എങ്ങനെയാണ് ED ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറുന്നത് എന്നുള്ളത്. നേരത്തെ ഡോക്ടർ അരുൺ തന്നെ ചില കണക്കുകൾ സൂചിപ്പിച്ചു, എത്ര ശതമാനം പ്രതിപക്ഷ നേതാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നെല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അജിത് പവാറിൻ്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നല്ലോ. അജിത് പവാറിൻ്റെ പേരിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നില്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. എന്തേ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? അദ്ദേഹം BJPയിലെത്തി എന്നുള്ളതാണ് ഒറ്റ കാരണം. എത്ര ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? പ്രഫുൽ പട്ടേൽ, അതുപോലെ തന്നെ അശോക് ചവാൻ, നവീൻ ജിൻഡാൽ, ഇപ്പോൾ 3 തവണ കോൺഗ്രസിൻ്റെ MP ആയിട്ട് കുരുക്ഷേത്രയിൽ നിന്ന് ജയിച്ച ആളാണ്. ഇത്തവണ BJPയുടെ MP ആയിട്ടാണ് മത്സരിച്ചത്. ഇതിൻ്റെ ഇടയിലുണ്ടായ ഒരേ ഒരു മാറ്റം, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ED റെയ്ഡ് നടന്നു എന്നുള്ളതാണ്. സുവേന്ദു അധികാരി, അതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയിട്ടുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. BJPയിലേക്ക് കൂറുമാറുന്നതോടുകൂടിയിട്ട് എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിക്കുകയും പിന്നെ ഒരു അന്വേഷണത്തെയോ ജയിൽ കാലത്തെയോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്? മറ്റൊന്ന്, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള കണക്ക് നമ്മൾ കണ്ടപ്പോഴാണ് അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിലായിരുന്നു. ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ പല കമ്പനികളും ഉൾപ്പെട്ടിട്ടുള്ള പല കമ്പനികളും തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റുകൾ ലഭിച്ച കമ്പനികളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവർ നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളും, ഇപ്പോൾ മേഗാ കൺസ്ട്രക്ഷൻസ്, അഹമ്മദാബാദിൽ തകർന്നു വീണ ബ്രിഡ്ജ് ഉണ്ടാക്കിയവരാണ് മേഗാ കൺസ്ട്രക്ഷൻസ്. അവരാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ളത്. നവയുഗ എന്ന് പറയുന്ന കമ്പനി, അവരാണ് ഉത്തരാഖണ്ഡിലെ തകർന്ന ടണൽ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ പോലും അപകടപ്പെടുത്തി. ഇവർക്കൊന്നും എതിരായിട്ട് അന്വേഷണമില്ല, ഇവരൊന്നും EDയുടെ കേസിൽ പെടുന്നില്ല. എന്തുകൊണ്ട് പെടുന്നില്ല? ഇവരെല്ലാം BJPയുടെ സാമ്പത്തിക സ്രോതസ്സാണ് എന്ന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നതോടുകൂടിയിട്ട് നമ്മൾ കണ്ടു. ഇത് പാലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഉള്ളത് കേട്ടോ. നമ്മൾ കാണേണ്ടത് രാജ്യത്തെ മെഡിക്കൽ കമ്പനികളെ നോക്കുക. ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള പല മെഡിക്കൽ കമ്പനികളും ഒരു ഘട്ടത്തിൽ EDയുടെ അന്വേഷണം നേരിട്ടവരാണ്. പലതരത്തിലുള്ള ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്ന ആളുകളാണ്. അപകടകരമായിട്ടുള്ള മരുന്നാണ് നിർമ്മിക്കുന്നത് എന്നുള്ള മെഡിക്കൽ ഏജൻസികളുടെ കണക്കുള്ള പല കമ്പനികളും ഉണ്ട്. അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇവർക്കൊന്നും എതിരായിട്ട് അന്വേഷണം നടക്കില്ല. ഇപ്പോൾ അടുത്ത് തന്നെ എത്ര എയർപോർട്ടുകൾ തകർന്നു വീണു, എത്ര പാലങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നു വീണു. ഏതെങ്കിലും എതിരായിട്ട് ഏതെങ്കിലും ഒരു അന്വേഷണം ഈ രാജ്യത്ത് നടക്കും? ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇവരെല്ലാം BJPയുടെ കീഴിൽ ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ രാജ്യത്തെ കൊള്ളയടിക്കുന്ന BJPയുടെ കണക്കിലേക്ക് ഇത് എത്തിപ്പെടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് സാമ്പത്തികമായിട്ടുള്ള അട്ടിമറിയും അഴിമതി മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തെ തന്നെ അപകടത്തിൽപ്പെടുത്തി ആളുകളെ കൊല്ലാൻ വേണ്ടി കൊടുക്കുകയാണ്. രാജ്യത്തെ ഈ പാലങ്ങൾ, എയർപോർട്ടുകൾ, അതുപോലെ തന്നെ ഈ നിർമ്മാണങ്ങൾ, തുരങ്കങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ വിശ്വാസയോഗ്യമില്ലാത്ത ആളുകൾക്ക് കൊള്ളയിലൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്തു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. Debate with Arun Kumar.